الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. لو كانت الدنيا تدوم لواحد لكان رسول الله فيها مخلدا. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളുള്ള നമ്മുടെ മനസ്സിലെ അമേരിക്കൻ ബഹുമാനപ്പെട്ട അലിമാം ഹാജി അവരുടെ, അതുപോലെ പങ്കെടുത്ത കമ്മിറ്റി ഭാരവാഹികൾ, രക്ഷിതാക്കൾ, ഉമ്മ പങ്കന്മാർ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അനുഗ്രഹീതമായി സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ അനുഗ്രഹപൂരിതമായ ജന്നാത്തിൽ അഴിയുന്ന ഏവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സംഭവിച്ചു പോയ സകലമായ ദോഷങ്ങളെയും അല്ലാഹു അവൻ്റെ മഹത്വത്തോടെ കൊണ്ട് വിട്ടുകൊണ്ടുമാക്കി തന്നെ. നമ്മുടെ ഈ സദസ്സിലേക്ക് ധാരാളം ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ചായയും കഴിയുന്നത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മിൽ മരണപ്പെട്ടു പോയ പ്രത്യേക കരീമാക്കിയുടെ ഭാര്യ ഖൈറുന്നീസ എന്ന് പറയുന്ന സഹോദരനെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരൻ ഖബർ അല്ലാഹു സ്വർഗ്ഗീയമായി കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ അഈനിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ മജ്‌ലിസിലേക്ക് സാധാരണ ഭക്ഷണം തരാനുള്ള ആ സഹോദരനാണ് ഇന്നും ഭക്ഷണം തരുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തെ സ്വതന്ത്രം അല്ലാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ കച്ചവടങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ പ്രത്യേകമായി കൊണ്ട് ഒരു സഹോദരൻ നമ്മുടെ മദ്രസയിലേക്ക് 5000 രൂപ സംഭാവന നൽകി അസ്ഹാബുൽ ബദറിലെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ട് പ്രത്യേകമായി തൻ്റെ മകൻ്റെ സംസാരശേഷി പെട്ടെന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് വീണ്ടെടുക്കാൻ വേണ്ടി, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദറിൻ്റെ ഹഖുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ സംസാരം തിരിച്ചു കൊടുക്കട്ടെ. നമുക്കറിയാലോ, ഇത് നമുക്ക് ഇവിടെ നൽകിയത് മഹാനാകുന്ന പാണക്കാട് ശിഹാബുദ്ദീന്റെ ഇജാസത്ത് പ്രകാരമാണ്. പല സ്ഥലങ്ങളിലും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത് കരുവാരക്കുണ്ട് കേരള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട ഒരു മഹലായിരുന്നു. അവിടെ ഒന്നും തന്നെ വരുമാനത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ ഉസ്താദും കമ്മിറ്റിക്കാരും കൂടി ബഹുമാനപ്പെട്ട മഹാനാകുന്ന അത്തിബൽ ഉസ്താദിൻ്റെ അടുത്തേക്ക് വരികയും അത്തിബൽ ഉസ്താദിനോട് ഈ സംഭവങ്ങൾ ഇവിടെ വരുമാനത്തിനൊന്നുമില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അത്തിബൽ ഉസ്താദ് പറഞ്ഞത് ഞങ്ങൾ മജ്‌ലിസിനോട് തുടങ്ങിക്കോളും. ആ മജ്‌ലിസിനോട് തുടങ്ങി അത്തിബൽ ഉസ്താദ് പറഞ്ഞതിന് കാരണത്താൽ അവിടെ ആയിരക്കണക്കിന് ആളുകൾ കൂടുകയും ഇന്നും കരുവാരക്കുണ്ട് മഞ്ഞൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു സദസ്സായിട്ട് നടക്കുകയാണ്. പല ഭാഗത്തും ആളുകൾ ഒന്നുചേരുന്നു. അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് അവിടെ എന്ത് പറഞ്ഞാലും ആ സദസ്സിൽ നിന്ന് വന്ന ആളുകൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട് എന്നുള്ളതായ ഒരു കാര്യം കൊണ്ടാണ് ആളുകൾ അവിടെ വന്ന് ചെയ്യുന്നത്. അപ്പോൾ മഹാന്മാരാകുന്ന അല്ലാഹുവിൻ്റെ ആലിമീങ്ങളും ഔലിയാക്കളും ഒക്കെ നമ്മോട് പറഞ്ഞത് മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദർ എഴുതി പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം ലഭിക്കുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അസ്ഹാബുൽ ബദറിനെ ഹഖുകൊണ്ട് അല്ലാഹു കുട്ടിയുടെ സംസാരത്തെ അല്ലാഹു മടക്കി കൊടുക്കട്ടെ. ബഹുമാനികൾ, കൂടുതലായി സംസാരിക്കുന്നില്ല. ഒരു അരമണിക്കൂറോളം സംസാരിച്ച് നമുക്ക് ദുആ ചെയ്യില്ല. ആദ്യമായി കൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്,
2023-24-25 അധ്യയന വർഷം നമ്മിൽ നിന്ന് അവസാനിക്കുകയാണ്. അഥവാ നമ്മുടെ കുട്ടികൾ ഒരു മാസത്തിന് ശേഷം ഇനി വാർഷിക പരീക്ഷയിലേക്ക് ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ഒരു മദ്രസയുടെ സ്വന്തസ്ഥാനം എന്നതിലേക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികളൊക്കെ അലക്ഷ്യമായി നടക്കുകയും സദാസമയത്തും മൊബൈലുമായി കഴിച്ചു കൂടുകയും മറ്റുള്ളതായ വായനകൾക്കോ ചിന്തകൾക്കോ അല്ലെങ്കിൽ മനഃപ്പാഠം പഠിക്കുന്നതിനോ ഒന്നും ഒരു താല്പര്യമില്ലാതെ വെറും വീഡിയോസുകൾ കണ്ട് അങ്ങനെ മറ്റൊരു ലോകത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളായ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീടുകളിൽ പ്രത്യേകമായൊരു ടൈം ടേബിൾ വെക്കുകയും ഒന്നോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മാത്രം നമ്മുടെ കുട്ടികൾക്ക് ഫോൺ കാണാൻ കൊടുക്കുകയും ഒരു സമയം നിശ്ചയിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്യണം. ഇത് പ്രത്യേകമായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വളാഞ്ചേരി മദ്രസയിൽ വെച്ചുകൊണ്ട് മലപ്പുറം വെസ്റ്റ് ജില്ല മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിൽ 2 ദിവസത്തെ സമ്മേളനം നടത്തുകയും പല ട്രെയിനർമാരായ ആളുകൾ വന്നുകൊണ്ട് സർവസ്ഥാനന്മാർക്കും മാനേജ്മെന്റിനും കുറേ ക്ലാസ്സുകൾ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അഥവാ മുൻകാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ആ രൂപത്തിൽ ആ സിസ്റ്റത്തിൽ ഇനി പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കുട്ടികളൊക്കെ സൈബർ ലോകത്ത് സോഷ്യൽ മീഡിയയിലെ ലോകത്തൊക്കെ നിൽക്കുമ്പോൾ അവർ നമ്മേക്കാൾ കൂടുതൽ ഉയർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ അടുക്കലേക്ക് പഴയ രൂപത്തിൽ ചെന്ന് ഒരു പുരോഗതിയുമില്ലാതെ പഴയ കാലത്തെ പോലെ ഏതെങ്കിലും ഒരു ചെരുവിലിരുന്ന് പഠിപ്പിച്ചാലാണ് കുട്ടികൾക്ക് അത് യേശുവില്ല എന്ന് തന്നെയാണ് എല്ലാ ട്രെയിനർമാരും അവിടെ അവതരിപ്പിച്ചത്. പ്രത്യേകമായി കൊണ്ട് പറയാവുന്ന ക്ലാസ് റൂമുകൾ, ഉസ്താദുമാർ, അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ രൂപത്തിൽ ആണ് കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട പുതിയ സംവിധാനമാണ് സംസ്കൃത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡും ജമിയത്തുൽ ഉലമയും മാനേജ്മെന്റ് അസോസിയേഷനൊക്കെ ഇവിടെ തയ്യാർ ചെയ്തിട്ടുള്ളത്. അഥവാ അടുത്ത വർഷം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അഥവാ കുട്ടിയെ 5 മിനിറ്റിനുള്ളിൽ ആ പഠിപ്പിക്കാൻ പോകുന്ന പാഠഭാഗം എങ്ങനെയാണ് ധരിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. SP മുഹമ്മദ് അലി സാർ ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം അറിയപ്പെട്ട ട്രെയിനറാണ്. സംസ്ഥാന തലത്തിലൊക്കെ പല രാജ്യങ്ങളിൽ സന്ദർശിച്ചുകൊണ്ട് അവിടെ ക്ലാസ് എടുക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, മുൻകാലങ്ങളിൽ ട്രെയിനിങ് തരുന്ന സമയത്ത് 20 മിനിറ്റ് സമയം വരെ കുട്ടികളുടെ ശ്രദ്ധ നമുക്ക് കിട്ടിയിരുന്നു. 20 മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടികളെ പാഠം അവസാനിപ്പിച്ച് കുറഞ്ഞ സമയം സംസാരിക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ട് പിന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. 20 മിനിറ്റ് സമയമാണ് കുട്ടികൾക്ക് അത് കേൾക്കാനും അത് മനസ്സിലാക്കാനുള്ള വേണ്ടി അവരുടെ തലച്ചോറിലുള്ളത് എന്ന് പഴയ ട്രെയിനിങ്ങിൽ പറഞ്ഞിരുന്നു. ഇപ്പം അദ്ദേഹം ഈ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞു, കുട്ടികൾക്ക് 5 മിനിറ്റ് സമയം മാത്രമാണ് ഒരു കാര്യം കേൾക്കാനുള്ളതായ ഒരു താല്പര്യം അവരുണ്ടാവുക. 5 മിനിറ്റിനുള്ളിൽ നമ്മളെടുക്കുന്ന പാഠഭാഗം എങ്ങനെ പഠിപ്പിക്കണം എന്നാണ് അടുത്ത ട്രെയിനിങ്. അതിൽ നാം TV അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല സംവിധാനത്തിലും നമ്മുടെ മദ്രസാതലത്തെ മാറ്റം എന്ന് പ്രത്യേകമായി പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കും നമ്മുടെ മദ്രസയിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം. കുട്ടികളുടെ സാഹചര്യങ്ങൾ അവർക്ക് സന്തോഷിക്കാനുള്ളതായ അവസരങ്ങളൊക്കെ നമ്മുടെ മദ്രസയിൽ നമുക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നാം ഈ പുതിയ തലമുറയെ നമുക്ക് കൊണ്ടുവരാൻ ദീൻ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പ്രത്യേകമായി രക്ഷിതാക്കളോടും മാനേജ്മെന്റും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്, അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂം അതുപോലെ തന്നെ സംവിധാനങ്ങളൊക്കെ നമ്മൾ മദ്രസയിൽ ചെയ്യണം. ഇത്രയും സംവിധാനം നാം ചെയ്തു. ഇനി പുതിയ പുസ്തകങ്ങൾ ആ രൂപത്തിലാണ് വരുന്നത്. അത് QR കോഡ് സ്കാൻ ചെയ്താൽ അത് TV വരുന്നൊരു അവസ്ഥയാണ് ഇന്നുള്ളതായ ക്ലാസ്സുകൾക്കുള്ളത്. അതായത് പാട്ടുകൾ, കഥകൾ, പുസ്തകം പറയുന്നതിന് പുറമെ അത് എടുത്തുകൊണ്ട് അതിൽ പാട്ട് പാടും. പല പുസ്തകങ്ങളിൽ കുറേ പാട്ടുകളുണ്ട്.
1ാം ക്ലാസ്സിലൊക്കെ. പക്ഷെ ചില ഉസ്താദുമാർ ഞാൻ പാടിയാൽ ശരിയാവുകയില്ല എന്ന് നിലക്ക് പാടാതെ ആ പാട്ടൊന്നും പാടി കൊടുക്കാതെ പോകുന്നൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി അത് സ്കാൻ ചെയ്താൽ ആ കുട്ടികൾക്ക് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. ആ രൂപത്തിലൊക്കെ സംവിധാനം മാറ്റി വരുന്നുണ്ട്. പല വിധത്തിലുള്ളതായ സംവിധാനവും അത് ഗവൺമെൻറ് സംവിധാനത്തെ വലിയ വിധം നമ്മുടെ ഈ സംവിധാനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നാം മനസ്സിലാക്കി നമ്മുടെ മദ്രസകളിലൊക്കെ അത്തരം സംവിധാനം നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമായി കൊണ്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് 2024 ഡിസംബർ 29, നാളെ ഡിസംബർ 30, മറ്റന്നാൾ 31, മറ്റന്നാൾ രാത്രി 12 മണിക്ക് ശേഷം 2025 എന്നുള്ള ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അഥവാ ന്യൂ ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം യുവാക്കളും മുസ്ലിം സഹോദരങ്ങളും വളരെയധികം ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ അവർ ആർമാദിക്കുവാനും ആനന്ദിക്കുവാനും പേക്കുത്തുകൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ് ന്യൂ ഇയർ എന്നുള്ളത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ സെക്കൻഡുകൾ നമ്മുടെ കടന്നു വരുമ്പോൾ ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. അവൻ മനസ്സിലാക്കേണ്ടത് അവൻ്റെ ആയുസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് ഓരോ താളുകൾ കൊഴിഞ്ഞു പോവുകയാണ്. ഓരോ സമയത്തും ഓരോ സെക്കൻഡുകൾ വരുമ്പോഴും ഓരോ സെക്കൻഡുകൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോഴും അവർക്ക് അല്ലാഹു തആല നൽകിയതായ കണക്കാക്കി വെച്ചതായ ആ ആയുസിൻ്റെ ഓരോ താളുകളും നമ്മൾ കൊഴിഞ്ഞു പോവുകയാണ്. മരത്തിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ആയുസിൻ്റെ എണ്ണം കുറഞ്ഞു പോവുകയാണ്. ആ സമയത്ത് നാം ചെയ്യേണ്ടത്, ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ ആഘോഷിക്കുകയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഒരു മുമ്പിനായ മനുഷ്യൻ ഓരോ വർഷങ്ങളും ഓരോ സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും കഴിഞ്ഞു പോകുമ്പോൾ അല്ലാഹുവേ, ഞാൻ എന്താണ് എൻ്റെ റബ്ബിൻ്റെ വേണ്ടി ചെയ്തത്, ആ മണിക്കൂറിൽ ഞാൻ എന്ത് ചിലവഴിച്ചു, എന്ത് സൽക്രമങ്ങൾ ചെയ്തു പോയി, എന്തെല്ലാം അപരാധങ്ങളാണ് റബ്ബിനോട് ചെയ്തത് എന്ന് ആണ് ഒരു മുഅ്മിനായ മനുഷ്യൻ വിചിന്തനം നടത്തിയത്. അവൻ ആത്മപരിശോധന നടത്തിയത് ഓരോ വർഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ സമയങ്ങൾ വരുമ്പോൾ കഴിഞ്ഞു പോയ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, എൻ്റെ ആശ്രമാകുന്ന ആ ലോകത്തേക്കുള്ള യാത്രയിൽ ഈ ഭൂമിയിലുള്ളതായ കൃഷി ചെയ്യുന്നതായ ഈ സമയത്ത് ആഖിറത്തിലേക്കുള്ള കൃഷിഭൂമിയാണല്ലോ ഈ ദുനിയാവിലുള്ളത്. ഈ ദുനിയാവിലെ ഓരോ സമയവും നാം പാഴാക്കാതെ, ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡുകളും നാം പാഴാക്കാതെ എല്ലാം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാനുള്ള ഓരോ മനുഷ്യനും തയ്യാറാവേണ്ടത്. അപ്പോൾ ഓരോ ദിവസങ്ങൾ വരുമ്പോൾ ഓരോ സമയങ്ങൾ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ സമയത്ത് ഞാൻ എന്താണ് ചെയ്തത്, ഈ കഴിഞ്ഞ മണിക്കൂർ ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ സെക്കൻഡിൽ എൻ്റെ റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ഓരോ മുസൽമാനും മനസ്സിലാക്കേണ്ടത്, മുഅ്മിനും മനസ്സിലാക്കേണ്ടത്. നാം അല്ലാതെ ഓരോ വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഇതര സമുദായങ്ങളെ പോലെ അല്ലെങ്കിൽ പാശ്ചാത്യ യൂറോപ്യൻ സംസ്കാരങ്ങളെ പോലെ നാം ആർമാദിച്ചുകൊണ്ട്, ലക്കില്ലാതെ കള്ളുപിടിച്ചുകൊണ്ട്, വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ പുതിയൊരു വർഷത്തെ സ്വീകരിക്കുകയില്ല ചെയ്യേണ്ടത്. ഞാൻ ഈ ന്യൂ ഇയറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്തിനാണ് സ്വാതന്ത്ര്യം പറയുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിജറ വർഷപ്രകാരമാണ് നമ്മുടെ സമയങ്ങളും കാലങ്ങളൊക്കെ കണക്കാക്കുന്നത്. മുഹറം 1 എന്ന് പറയുന്ന ആ ദിവസമാണ് നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ ആയി ആഘോഷിക്കുന്ന ദിവസം. അന്ന് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വരാനിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹുവിനോട് പറയുകയും ചെയ്ത തെറ്റുകളൊക്കെ പൊറുപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, സൂര്യവർഷ പ്രകാരമാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും പോകുമ്പോൾ നമ്മുടെ വയസ്സിൽ നിന്നാണ് ഇതൊക്കെ ഒഴിഞ്ഞു പോകുന്നത് എന്ന ചിന്ത നമുക്ക് വേണം. ഒരു 50 വയസ്സ് വരെ അല്ലാഹു ജീവിക്കാൻ അവസരം കൊടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊരു ദിവസം പോയാൽ 50 വർഷത്തിൻ്റെ ഒരു ദിവസം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയ ദിവസം ഒരിക്കലും അവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. മഹാനാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചുകൊണ്ടൊരിക്കൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോവുകയുണ്ടായി. മഹാനവരുടെ മദീന പള്ളിയിൽ കാണാനില്ല.
അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊന്നും കാണാനില്ല. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അദ്ദേഹം ഉഹുദ് മലയുടെ താഴെ ഇരുന്നു കൊണ്ട് കരയുകയാണ്. ഈ കരയുന്നത് കണ്ടപ്പോൾ മഹാനാകുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, അല്ലയോ ഉസ്മാൻ തങ്ങളെ, ഉമർ തങ്ങളെ, എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ഓർത്തുകൊണ്ട് കരയുകയാണ് ഉസ്മാൻ തങ്ങളെ. ആ കഴിഞ്ഞുപോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റബ്ബിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് കരയുകയാണെന്ന് പറഞ്ഞപ്പോൾ മഹാനാകുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു കൈ തന്റെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കരയുകയാണ്. ആ സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്മാൻ തങ്ങളെ, ഒരു കൊല്ലം ആലോചിച്ചുകൊണ്ടല്ല ഞാൻ കരയുന്നത്. എൻ്റെ ആയുസ്സിൽ നിന്ന്, എൻ്റെ സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് എങ്ങനെയാണോ ചെലവഴിച്ചത്, ഓരോ സെക്കൻഡ് പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോൾ, ഓരോ ദിവസവും നാം ജീവിച്ച് രാവിലെ നേരപ്പെടുത്ത് വൈകുന്നേരമായാൽ കിടക്കുന്നതിന് മുമ്പ് നാം പരിശോധന നടത്തണം. ഇന്ന് അല്ലാഹു തആല എനിക്ക് നൽകിയ 24 മണിക്കൂറിൽ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, എന്തെല്ലാം നന്മകളാണ് ഞാൻ ചെയ്തത്, അല്ലാഹു തആല തൃപ്തിപ്പെട്ട ഏത് വഴിയിലാണ് ഞാൻ സഞ്ചരിച്ചത്, അല്ലാഹു തൃപ്തിപ്പെടാത്ത എന്തൊക്കെയാണ് എന്നിൽ നിന്നുണ്ടായത് എന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ഓരോ മനുഷ്യരുടെയും നിർബന്ധ ബാധ്യതയാണ്. കാരണം എങ്കിൽ മാത്രമേ അവർക്ക് അല്ലാഹുവിനോട് അടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ നാം ഓരോ വർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ആഘോഷങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ളതായ കാര്യങ്ങളിലോ നാം പങ്കെടുക്കാതെ നാം ആ സമയത്ത് ചിന്തിക്കേണ്ടത് അല്ലാഹുവിന് വേണ്ടി എന്ത് നാം ചെയ്തു, എത്ര ഇബാദത്തുകൾ ചെയ്തു, എത്രമാത്രം നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിച്ചു എന്ന് ചിന്തിക്കുക. നമ്മളും ചിലപ്പോൾ ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുക്കാറില്ല, പക്ഷേ അന്ന് 12 മണി വരെ കാത്തിരുന്നു കൊണ്ട് നാം ന്യൂസുകൾ കാണുകയും എന്തൊക്കെ എവിടെയൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നാം മൊബൈലിലൂടെ കാണാൻ വേണ്ടി കാത്തിരിക്കും. ആ സമയമൊക്കെ നമുക്ക് നഷ്ടമാണ്. അതെല്ലാം അല്ലാഹു നമ്മോട് ചോദിക്കുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, സമയം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു സെക്കൻഡ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയാൽ ആ സെക്കൻഡ് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കില്ല. ആ സെക്കൻഡിനെ കുറിച്ച് അല്ലാഹു തആല നമ്മോട് ചോദിക്കും. അതാണ് മഹാന്മാർ പറഞ്ഞത്, വഖ്തു സൈഫുൻ, സമയം എന്നുള്ളതിന് വാൾ പോലെയാണ്. വാൾ പോലെ എന്ന് പറയുമ്പോൾ ആ വാളിനെ വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല എങ്കിൽ, അതിനെ നാം പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ചില്ല എങ്കിൽ, ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ആ വാൾ നമ്മൾ കൊന്നുകളയും എന്നതുപോലെയാണ് സമയമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഓരോ സമയം, ആ സമയം വരുമ്പോൾ ആ സമയത്തെ കുറിച്ച് നാം ചിന്തിക്കുകയും അതിൽ എൻ്റെ റബ്ബിന് വേണ്ടി എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിച്ച് സദാസമയത്തും അല്ലാഹുവിൻ്റെ സ്മരണയായി ജീവിക്കുകയുമാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യത എന്നുള്ളത്. മഹാനാകുന്ന അഹ്സൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്നലെ എന്നുള്ളതായ ദിവസം, ഇന്നലത്തെ ദിവസം നമ്മൾ കഴിഞ്ഞു പോയാൽ ആ ഇന്നലെ എന്നുള്ള ദിവസം ഇനി ഒരിക്കലും നമുക്ക് മടങ്ങി വരികയില്ല. ഇന്ന് നാം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല, എങ്ങനെ സമയം ചിലവഴിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ, ആ ദിവസം പിന്നീട് മടങ്ങി വരികയില്ല. പിന്നെ നാളെ എന്ന് പറയുന്ന ദിവസം എന്നുള്ളത് ലഅല്ലക ലാ തുദ്രികുഹു, ആ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കില്ല. നാളെ നീ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അല്ലാഹു തആല എന്താണ് നമ്മൾ ധരിപ്പിക്കുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ നാളെ പ്രതീക്ഷയോട് നീ ഇരിക്കണ്ട. എന്നാൽ നിനക്ക് ഇബാദത്ത് ചെയ്യുവാനും അല്ലാഹുവിനെ ഓർക്കാനും അല്ലാഹുവിന്റെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളത് ലഭ്യവും ഇന്നത്തെ ദിവസമാണ്. നമുക്ക് കിട്ടിയ സമയത്ത് നമ്മളെ കൊണ്ട് ആവുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക, നിർബന്ധമായ നിസ്കാരങ്ങൾ നിസ്കരിക്കുക, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ പുറമെ സദാസമയത്തും അല്ലാഹ് എന്നുള്ളതായ ചിന്ത നമ്മുടെ ഖൽബിൽ നിന്ന് പോകാൻ പാടില്ല. അല്ലാഹ് എന്ന ചിന്ത പോകാൻ പാടില്ല. മഹാനാകുന്ന മുഹീദ് ശൈഖ് പറഞ്ഞില്ല, എൻ്റെ അടുക്കൽ നിന്ന് അല്ലാഹ് എന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോയാൽ ഞാൻ കാഫിറായി എന്ന് മഹാനാകുന്ന മുഹീദ് ശൈഖിന്റെ ചരിത്രത്തിൽ അദ്ദേഹം പറഞ്ഞത്. അത്രയും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെ സദാസമയത്തും ഹൃദയത്തിൽ കൊണ്ടു നടന്നവരായിരുന്നു മഹാന്മാരായ ആളുകൾ. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു എന്നുള്ളതായ ചിന്ത സദാസമയത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ വയസ്സായി 65, 70, 75 വയസ്സായ ആളുകൾ പോലും അല്ലാഹ് എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിൽ വരുന്നില്ല. അവർ എന്താണ് ഓരോ കാര്യങ്ങൾ കണ്ട്, മൊബൈലുകൾ കണ്ട്, അതിലുള്ളതായ ഓരോ റീൽസുകൾ കണ്ട് അവരിങ്ങനെ സന്തോഷിക്കുന്നതായ ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
അഥവാ 60-70 വയസ്സ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്തായാലും പ്രതീക്ഷിക്കേണ്ടതാണ് അവൻ്റെ മരണത്തെ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കണം. അത്രയായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഇനി അവൻ്റെ മരണം ഏതായാലും അടുത്തിരിക്കുന്നു എന്ന ആ സമയത്ത് പോലും അള്ളാഹുവിനോട് ചിന്തയില്ല, അള്ളാഹുവിനോടുള്ളതായ ഭയം അവൻ്റെ ഹൃദയത്തില്ല. അതുപോലെയാണ് ഇന്നത്തതായ ജനം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന് നമുക്ക് കിട്ടിയതായ ദിവസം, ഈ ദിവസം നാം പരമാവധി ചിലവഴിക്കണം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അസ്റിലൂടെ പറഞ്ഞല്ലോ, വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞു, മനുഷ്യർ പരാജയത്തിലാണ്, മനുഷ്യരൊക്കെ പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൂ ബിൽ ഹഖി വതവാസൂ ബിസ്സബ്ർ. 4 കാര്യങ്ങൾ, 4 വിഭാഗം ആളുകളൊഴികെ എല്ലാവരും പരാജയത്തിലാണ്. ഇവിടെ സമയത്തെ കൊണ്ട് എന്തൊക്കെ ചെയ്തോ, എന്തെല്ലാം സമ്പാദിച്ചോ, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചോ, ദിവ്യമായ കാര്യങ്ങൾ, അതൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ വിലയില്ല. എന്നാൽ അള്ളാഹു തആല പറയുന്നു, മനുഷ്യരൊക്കെ പരാജയത്തിലാണ്. പക്ഷേ ഇല്ലല്ലദീന ആമനൂ, വിശ്വസ്തനായ ആളുകളൊഴികെ, വിശ്വസ്തർ കഴിച്ചിലായി, അവർ അതിൽ പെടൂല. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്തതായ ആളുകൾ. അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവരെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ഒരു വർഷം കഴിയാനിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നാം കഴിഞ്ഞു പോയതായ സമയത്തെക്കുറിച്ച് ചിന്തിക്കുകയും വരാനിരിക്കുന്ന സമയത്ത് ഇനി എങ്ങനെയാണ് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്, എന്താണ് നാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിച്ച് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറിൽ ഒരു മനുഷ്യൻ്റെ 2 കാലും ചലിപ്പിക്കണമെങ്കിൽ അല്ലാഹു തആല ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമേ അവർക്ക് സാധിക്കുകയുള്ളൂ. ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരം പറയാതെ മഹ്ശറിൽ അവൻ്റെ കാല് ചലിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യസ്അലു അൻ ഉംരിഹി ഫീമാ അഫ്നാഹു. ഒരു മനുഷ്യനോട് അവൻ്റെ വയസ്സ്, ആ വയസ്സ് നീ എന്ത് ചെലവഴിച്ചു എന്ന് അള്ളാഹു ചോദ്യം ചെയ്ത്, ഓരോ സെക്കൻഡുകളെയും ചോദ്യം ചെയ്തുകൊണ്ട് അതിന് മറുപടി പറഞ്ഞതിന് ശേഷമേ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മനസ്സിലാക്കുന്ന ഓരോ സമയങ്ങൾ, ഓരോ സെക്കൻഡുകൾ, ഓരോ മണിക്കൂറുകൾ എല്ലാം നാം ചിന്തിക്കുക. അതൊക്കെ അള്ളാഹുവിനുള്ള ഇഷ്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. അള്ളാഹുവിനെ അനുസരിച്ചാൽ പോരാ, അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ പോരാ. അനുസരണയും ഭയപ്പെടലും വിശ്വസിക്കലും ഇഷ്കും തമ്മിൽ മാറ്റുന്നുണ്ട്. നാം ഒരാളെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവന് ഭയന്നുകൊണ്ട് അനുസരിക്കായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടും, അല്ലെങ്കിൽ അവൻ അതിനനുസരിച്ചില്ലെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ നേടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ അവൻ നമ്മോട് തീരെ നമ്മളെ പരിഗണിക്കാതിരിക്കും. ഈ നിലക്കായിരിക്കും ഒരു മനുഷ്യൻ അനുസരിക്കുക എന്നുള്ളത്. പക്ഷേ ഒരു മനുഷ്യനോട് ഇഷ്ക് എന്നുള്ളത്, ഇഷ്ക് വെച്ചതായ ആളെക്കുറിച്ച് സദാസമയത്തും അവൻ ഓർത്തുകൊണ്ടിരിക്കും. ആ ആൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറാകും. അവൻ്റെ ശരീരം പോലും നഷ്ടപ്പെട്ടാലും അവൻ സ്നേഹിച്ച, അവൻ ഇഷ്ടപ്പെട്ട, അവൻ ഇഷ്ക് വെച്ച ആ ആൾക്ക് വേണ്ടി എന്തും അവൻ ചെയ്യാൻ തയ്യാറാവും. എന്നാൽ നാം ചെയ്യേണ്ടത്, നമുക്ക് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്നല്ലാതെ അള്ളാഹുവിൻ്റെ മഅരിഫത്തിനെ കുറിച്ച് അറിഞ്ഞ് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി നമുക്ക് ചെയ്യേണ്ടത്, ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വിലയും ഒരു സ്ഥാനവുമില്ല, നമുക്ക് ഒരു കഴിവുമില്ല, നാം തീരുമാനിക്കുന്നതും നടക്കുകയില്ല, എല്ലാം അല്ലാഹു തആല തീരുമാനിക്കുന്നത് നടക്കുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം നമ്മിൽ വന്ന് ഈ സർവ്വലോകങ്ങളെയും പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നാം കൊണ്ടുവന്ന് ആ അള്ളാഹുവിനേക്കുള്ള ആ ഇഷ്ക് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനെ മറക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മൾ വഴന്നു കേൾക്കും, അല്ലെങ്കിൽ പ്രസംഗങ്ങൾക്കും, അല്ലെങ്കിൽ നിസ്കരിക്കുന്നുണ്ട്, ഖുർആനുണ്ട്, പക്ഷേ അള്ളാഹുവിനുള്ള ഇഷ്ടപ്രകാരം അവൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹബീബായ നബിതങ്ങൾ പറഞ്ഞ കാര്യം അനുസരിച്ചു എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ നാളെ സ്വർഗം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഖബർ രക്ഷപ്പെടാൻ വേണ്ടി, മരണശേഷം നമ്മൾ വിജയിക്കാൻ വേണ്ടി എന്നുള്ളതായ ആ ഉദ്ദേശത്തോടെ ഇവിടെ നാം ചെയ്യുന്നു എന്നല്ലാതെ അള്ളാഹു എന്നെ ആശിക്കാണ്, അള്ളാഹുവാണ് എനിക്കെല്ലാം ഉള്ളത്, അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്, അവൻ്റെ അചഞ്ചലമായ വിധി അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ സാധിക്കൂ എന്നുള്ളതായ ആ ദൃഢമായ വിശ്വാസത്തോടു കൂടെ നാം ചെയ്യുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നിസ്കാരത്തിന് ഇഖ്ലാസില്ലാത്തത്.
മഹാനാകുന്ന അലിയുള്ളാഹുവിനെ നിസ്കരിച്ചപ്പോൾ അമ്പ് വലിച്ചെടുത്തത് അറിഞ്ഞില്ല എന്ന് ചരിത്രമുണ്ടല്ലോ. എന്നാൽ നമുക്ക് ഒരു ഈച്ച നമ്മുടെ മുന്നിലേക്ക് പാറുന്നത് പോലും കൊതുക് വരുന്നത് പോലും നാം അറിയുന്നത് കാരണം നാം നമ്മുടെ ആശിക്കിലേക്ക് അത്രത്തോളം നാം ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ലോകത്ത് ഒന്നും തന്നെ നമുക്ക് സഹായത്തിനോ അല്ലെങ്കിൽ ഒന്നും ബാക്കിയാവുകയില്ല. എല്ലാം നശിച്ചു പോകുന്നതാണ്. എല്ലാ കാര്യങ്ങളും നശിച്ചു പോകുന്നതാണ്. ദുനിയാവിൽ ഒന്നും തന്നെ നമുക്കുണ്ടാവുകയില്ല. നമുക്ക് നാളെ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. അല്ലാഹു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു തആല പറഞ്ഞല്ലോ, അൽ മാലു വൽ ബനൂന സിയത്തുൽ ഹയാത്തി ദുനിയ, സന്താനവും സമ്പത്തും എന്നുള്ളത് ദുനിയാവിൻ്റെ ആഡംബരങ്ങളാണ്. സന്താനങ്ങൾ, സമ്പത്ത്, ഇതൊക്കെ ദുനിയാവിൻ്റെ ആഡംബരങ്ങളാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബുൻ ഖൈറുൻ അമല, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് നാളെ മഹ്ശറയിൽ നമുക്ക് രക്ഷയായിട്ട് നമുക്കുണ്ടാവുകയുള്ളൂ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ വർഷം നമ്മൾ കഴിയുമ്പോൾ നാം ഒന്ന് ആത്മപരിശോധന നടത്തുക. നമ്മുടെ മുന്നേ കഴിഞ്ഞതായ പല ആളുകളും മരിച്ചുപോയി, അവരെല്ലാം മരണപ്പെട്ടു പോയി. അവരുടെ ജീവിച്ചവരല്ല. മരണം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ മരണത്തെ നാം വിശ്വസിക്കുന്നു. മരിക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ അതിന് വേണ്ടി ഒരാളും തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം മറ്റുള്ളതായ ഭൗതികതയിൽ ജയിച്ചുകൊണ്ട് ആ രസങ്ങളും തമാശകളുമായിക്കൊണ്ട് നാം മുന്നോട്ട് പോകുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് അസ്രാഈൽ അലൈഹിസ്സലാം നമ്മുടെ മൂർധാവിൻ്റെ മുകളിലുണ്ട്. അല്ലാഹു തആല എപ്പോഴാണോ നമ്മുടെ റൂഹിനെ പിടിക്കാൻ പറയുന്നത് ആ സമയത്ത് പെട്ടെന്ന് പിടിക്കും. നമുക്കറിയാലോ ഓരോ മരണം. ഇന്ന് സ്വാതന്ത്ര്യം സുഹൃത്ത് മരിച്ചു. അദ്ദേഹം രാവിലെ സുബഹി നിസ്കരിച്ച് വീട്ടിൽ നിസ്കരിച്ച് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ മകൻ പള്ളിയിലേക്ക് പോയ സമയത്ത് ഉപ്പാനോട് പറഞ്ഞു, പള്ളിയിലേക്ക് വരണ്ട, അങ്ങോട്ട് പറഞ്ഞോട് നിസ്കരിച്ചുകൂടെയാണ്. മകൻ തിരിച്ചു വന്ന സമയത്ത് ആ വാപ്പ അവിടെ നിസ്കരിച്ച് പ്രസവം മാറ്റി അവിടെ തന്നെ കടന്ന് പുഞ്ചിരിച്ച് മരിച്ചു കിടക്കുന്ന അവസ്ഥയെ കണ്ടത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടേക്കാണ് നാം എത്തുക, അല്ലെങ്കിൽ എവിടേക്ക് നമുക്ക് എത്താൻ കഴിയും, ഇതൊന്നും നമുക്കൊരിക്കലും തീരുമാനിക്കാൻ കഴിയില്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അള്ളാഹുവാണ് നമ്മുടെ അവധികളും എല്ലാം തീരുമാനിക്കും. ഇതൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. നാം സദാസമയത്തും അള്ളാഹു അക്ബർ എന്ന് പറയുന്നു. അള്ളാഹു വലിയവനാണ്. നമ്മുടെ സ്ഥാനത്തിലൊക്കെ അള്ളാഹു വലിയവനാണ്. പക്ഷെ നാം ചെയ്യുന്നത് എന്താ? അള്ളാഹു വലിയവനാണ് നാവ് കൊണ്ട് പറയുന്നു. പക്ഷേ അള്ളാഹിനെ മുൻകടന്നുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ അള്ളാഹുവിലേക്ക് നാം മടങ്ങാതെ, അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കാതെ, അള്ളാഹുവിനെ നന്ദി ചെയ്യാതെ എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണെന്നുള്ളതായ ആ വിചാരത്തോടുകൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹിനെ നാം തിരസ്കരിക്കുകയല്ലേ? അള്ളാഹു വലിയവനാണെന്ന് പറയുന്ന പ്രതിജ്ഞയെ അത് നാം ഒരിക്കലും പാലിക്കാതിരിക്കുകയല്ല ചെയ്യുന്നത്. നാം മനസ്സിലാക്കുന്നത്, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും എല്ലാം അറിയുന്ന അള്ളാഹുവിലേക്ക് ഒരു പരിഹാരം കാണുമെന്നുള്ള ആ അചഞ്ചലമായ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും ദുഃഖങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഉണ്ടാവുകയില്ല. അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞത്. ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് അത്രയും അടുത്ത ആളുകളാണ്. വലീകൾ എന്ന് പറയുമ്പോൾ എല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിച്ച ആളുകളാണ്. അതാണ് അവർക്ക് ഭയമില്ല, അവർക്ക് ദുഃഖിക്കുന്നവരെല്ലാം പരിശുദ്ധ ഖുർആൻ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയത്തെ നാം പാകപ്പെടുത്തി എടുക്കണം. അധികം വാക്കുകൾ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു ആഡംബര കാര്യങ്ങളിൽ നാം ഒരിക്കലും നമുക്ക് സന്തോഷിക്കുവാനോ അല്ലെങ്കിൽ ഉല്ലസിക്കാനോ ഉള്ളതായ സമയം ഒരു മുമ്പേ സംബന്ധിച്ചിട്ടില്ല. കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്ന നിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കുക. സദാസമയത്തും മരണം ഓർത്ത ഒരാളെ സംബന്ധിച്ച് ഇവിടെ എന്ത് അനുഗ്രഹങ്ങൾ കിട്ടിയാലും എന്ത് തന്നെ അവർക്കുണ്ടെങ്കിലും അതുകൊണ്ട് സന്തോഷിക്കാനും കഴിയുകയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ പലതരത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ പടക്കം പൊട്ടിച്ച് അതുപോലെ തന്നെ മദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂത്താടിക്കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പങ്കെടുത്തതായ ആളുകൾ ഇതിൽ പ്രത്യേകമായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അന്നത്തെ ദിവസം നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ സമുദായം മറ്റുള്ള സമുദായത്തേക്കാൾ അധപ്പതിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണിത്. മറ്റുള്ളവരുടെ എല്ലാ ആചാരങ്ങളും നാം കടമെടുത്ത് അവർ ചെയ്യുന്നതിലും കൂടുതൽ
മദ്യങ്ങൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച്, അതുപോലത്തെ വിചാരങ്ങൾ, അതുപോലത്തെ കൂത്താട്ടങ്ങൾ നടത്തി ഇവിടെ മുൻപന്തിയിരിക്കുന്നത് നമ്മുടെ സമുദായമാണ്. നമുക്ക് ദീനി വിദ്യാഭ്യാസത്തിന് കുറവല്ല, മറിച്ച് എന്തിൻ്റെയോ കൂടെ ആളുകൾ സഞ്ചരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും എടുത്തുപോയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഓരോ സമയത്തും ഓരോ ആഡംബരങ്ങളും നമ്മുടെ ആളുകൾ കൂടുതൽ വരാനുള്ളതായ കാരണം. എന്നാൽ ഇതൊക്കെ ഒരു സമയത്ത് അവസാനിക്കും. അസ്രാഈൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മിൽ നിന്ന് അവസാനിക്കും. പിന്നെ നമുക്ക് വിരമിക്കേണ്ടി വരും എന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ള വയസ്സാണ്. ആ സമയം, ആ വയസ്സ് അവൻ എന്തൊക്കെ ചെയ്യണം, അത് മാത്രമാണ് അവർക്ക് പ്രതീക്ഷയുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമയങ്ങളൊന്നും പാഴാക്കാതെ നാം എല്ലാം നല്ലതുപോലെ ഓരോ സമയങ്ങളും നാം മനസ്സിലാക്കി ആ സമയത്തൊക്കെ അല്ലാഹുവിലേക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇബാദത്തെങ്കിലും ഒരു ദിക്റെങ്കിലും ചെല്ലാൻ വേണ്ടി നമുക്ക് തയ്യാറാകണം. മഹാനാകുന്ന ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സദാസമയം അല്ലാഹുവിൻ്റെ ദിക്റിനായിക്കൊണ്ട് ജീവിച്ച ആളായിരുന്നു. അദ്ദേഹത്തോട് ഒരാളൊന്ന് ചോദിച്ചു, ആമിർ എന്നവരെ, നിങ്ങൾ എന്നോട് അല്പസമയം ഒന്ന് സംസാരിക്കണം, എനിക്ക് നിങ്ങളോട് അല്പസമയം സംസാരിക്കാൻ സമയം തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഞാൻ സമയം തരാം. പക്ഷേ എനിക്കൊരു ഡിമാൻഡുണ്ട്. നീ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യത്തെ നീ പിടിച്ചു വെക്കണം. പിടിച്ചു വെക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കാമെന്ന് മഹാനാകുന്ന ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ സമയത്തിൽ ധാരാളം പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ കൽപ്പിച്ചിരുന്നു എന്ന് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സമയങ്ങളൊന്നും നാം ഒരിക്കലും പാഴാക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുന്ന ഇബാദത്തുകളെ കൊണ്ടുവരിക. തഹജ്ജുദ് നിസ്കാരങ്ങൾ, അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ, ദുഹാ നിസ്കാരം, ഇങ്ങനത്തെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക. അതുപോലെ തന്നെ മൊബൈൽ കാണുന്ന സമയത്ത് നമുക്ക് പ്രത്യേകമായ വാർത്തകളൊക്കെ കാണാനുണ്ടാവും. അത് നമുക്ക് 1 മണിക്കൂർ വരെ കാണാനുണ്ട്, അല്ലെങ്കിൽ അരമണിക്കൂർ. ബാക്കിയുള്ള സമയങ്ങളിൽ കുറച്ച് സമയം ഖുർആൻ ഓതുക. അപ്പോൾ ഈ മൊബൈൽ വന്ന കാരണത്താൽ ഖുർആൻ എടുക്കാത്തൊരു അവസ്ഥയുണ്ട്. ഖുർആൻ മൊബൈലൊക്കെ കൂലി കിട്ടും, സംഭവം കിട്ടും. പക്ഷെ എന്താണ്, ഖുർആൻ എടുത്തുകൊണ്ട്, ആ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് ഓതുന്നതിൻ്റെ പ്രതിഫലം കിട്ടില്ല. കാരണം എന്താണ്, അത് ഇതിന് ഓതിയാലും കിട്ടും, പക്ഷെ ഖുർആൻ വേറെ പ്രത്യേകത. ഖുർആൻ നമുക്ക് ഒന്നുണ്ടാക്കാൻ പാടില്ല. പക്ഷെ മൊബൈലിലെ ഖുർആനോ അത് നമുക്ക് തൊഴിൽ ചെയ്യാം. കാരണം അത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഖുർആന് പ്രത്യേകമായ ഒരു ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് ആ ഖുർആൻ തന്നെ എടുത്ത് പാരായണം ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ വീടുകളൊക്കെ ഉണ്ടാവണം. നമ്മൾ പുരുഷന്മാരായ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ചില സദസ്സുകളിലൊക്കെ നമുക്ക് യാസീൻ പോകുമ്പോൾ മൊബൈൽ എടുക്കാമെന്നല്ലാതെ നമ്മൾ നമ്മുടെ നിത്യസമയത്ത് ഓതുന്ന സമയത്ത് മൊബൈൽ എടുത്തുകൊണ്ട് ഓതുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകരുത്. അത് ഹറാമാണെന്നല്ല, മറിച്ച് ആ ഖുർആൻ എടുക്കുന്നതായ ആ പ്രതിഫലം നമുക്ക് അതുകൊണ്ട് കിട്ടുകയില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതലായിക്കൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ പുതുവർഷം വരുന്ന സമയത്ത് 2 കാര്യങ്ങൾ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള, പ്രതിജ്ഞ ചെയ്യാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, നാം കഴിഞ്ഞു പോയ കാലത്ത് എന്തെല്ലാം അല്ലാഹു തആല നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ എന്ന് ഓർക്കുക. എന്നിട്ട് ആ അനുഗ്രഹത്തിന് വേണ്ടി, അഥവാ ഇന്ന് 31-ാം തീയതി രാത്രി കിടക്കാൻ ചെല്ലുമ്പോൾ വുളൂ ചെയ്തുകൊണ്ട് തൻ്റെ വിരിപ്പിലേക്ക് ചെന്ന് കണ്ണടച്ചുകൊണ്ട് ആലോചിക്കുക, ഈ 2024 എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല എനിക്ക് നൽകി എന്ന് ആലോചിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ശുക്ർ ചെയ്യുക. അൽഹംദുലില്ലാഹ് എന്ന് ഒരു 100 വട്ടം നാം ഒന്ന് പറയാം. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ഇയർ ആഘോഷിക്കൽ അങ്ങനെയാണ്. എല്ലാം അവരുടെ ആഖിറത്തിലേക്കുള്ളതായ പ്രതിഫലത്തിന് വേണ്ടിയായിരിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുക. അന്നത്തെ ദിവസം നാം ഇതിലേക്ക് ഈ ആഘോഷത്തിലേക്ക് ഇടപെടാതെ അന്നത്തെ ദിവസം ഈ 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ എന്താണ് ഞാൻ ചെയ്തത്, എനിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് ആലോചിച്ച് ഒരു 101 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ എത്ര തിന്മകൾ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത തിന്മകൾ, തെറ്റുകൾ എത്രണ്ണമുണ്ട് എന്ന് ആലോചിച്ച് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം എന്ന് പറയുക. ഇതാണ് പ്രത്യേകമായിട്ട് നാം ഈ ദിവസങ്ങളൊക്കെ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പുതു വർഷത്തെ അല്ലാഹു നമുക്ക് ഖൈറായ നിലയ്ക്ക് സ്വീകരിക്കാൻ തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇനി അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് അല്ലാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിലൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് 1 മണിക്കൂറാണ് കഴിഞ്ഞു. ഇനി നമുക്ക് ദുആ ചെയ്ത് പിരിയാം.